നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനി വരുന്ന ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ മാക്സിമം ഇതിനോടനുബന്ധിച്ച് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകൾ പറഞ്ഞ് ഞാൻ പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Inside which HTML element do we put the JavaScript? HTML ഏത് എലമെന്റിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പുട്ട് ചെയ്യുന്നത്? അതായത് HTML കോഡിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റ് ആണ് സ്ക്രിപ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ്. അപ്പം ജാവാസ്ക്രിപ്റ്റ് കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുക. അതിനകത്താണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ എഴുതുന്നത്. ജാവാസ്ക്രിപ്റ്റ് കോഡ് എൻഡ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ കറക്റ്റ് ജാവാസ്ക്രിപ്റ്റ് സിന്റാക്സ് ടു ചേഞ്ച് ദി കണ്ടന്റ് ഓഫ് ദി HTML എലമെന്റ് ബിലോ? അപ്പം താഴെ കൊടുത്തിരിക്കുന്ന HTML എലമെന്റിന്റെ കണ്ടന്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് സിന്റാക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ PID = ഡെമോ. ദിസ് ഈസ് ഡെമോൺസ്ട്രേഷൻ പാരഗ്രാഫ്. ഇതെങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡിൽ കൊടുക്കാന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. അതിനുശേഷം ഏതാണ്? ID = ഡെമോ അല്ലേ? അപ്പൊ ഡെമോ ഇവിടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഡോട്ട് ഇന്നർ HTML = ഹലോ വേൾഡ്. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഇവിടെ ഡബിൾ കോട്ട്സും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ കോട്ട്സും യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Where is the correct place to insert a JavaScript? എവിടെയാണ് നമ്മൾ കറക്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ HTML പ്രോഗ്രാമിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് എവിടെയാണ് കൊടുക്കുന്നത്? ബോത്ത് ദ ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ ആർ കറക്റ്റ്. ഹെഡ് സെക്ഷൻ, ബോഡി സെക്ഷൻ, ഹെഡിലാണോ ബോഡിയിലാണോ അതോ രണ്ടുമാണോ? നമുക്ക് ഹെഡ് സെക്ഷനിലും കൊടുക്കാം, ബോഡി സെക്ഷനിലും കൊടുക്കാം. HTML പ്രോഗ്രാം പഠിച്ചവർക്കറിയാം HTML. അത് കഴിഞ്ഞിട്ട് HTML ടാഗ് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യും, ടൈറ്റിൽ കൊടുക്കും, ടൈറ്റിൽ ക്ലോസ് ചെയ്യും, ഹെഡ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ബോഡി ഓപ്പൺ ചെയ്യും, ബോഡിക്കകത്താണ് നമ്മൾ ബാക്കിയെല്ലാം കൊടുക്കുന്നത്. ബോഡി ക്ലോസ് ചെയ്യും, HTML ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കാം. ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ വേണമെങ്കിലും ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കാം. എന്ത് കൊടുക്കണമെന്നുള്ളത്? സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിരിക്കണം, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പൊ A ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്തത്, വാട്ട് ഈസ് ദ കറക്റ്റ് സിന്റാക്സ് ഫോർ റെഫറിംഗ് ടു ആൻ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് കോൾഡ് xx.js? അതായത് കറക്റ്റ് സിന്റാക്സ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള xx.js എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ട കറക്റ്റ് സിന്റാക്സ് എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് src = xxx.js എന്നാണ് റെഫർ ചെയ്യേണ്ടത്. ഇപ്പൊ സ്ക്രിപ്റ്റിന്റെ കൂടെ വരുന്ന ഏതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? src ആണ്. അപ്പം src = ഏതാണ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന xxx.js. ആ പേര് കൊടുക്കുക. ഇപ്പൊ എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫയൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫയൽ ഉണ്ട്, myscript.js എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫയൽ ഉണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് മൈ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ ഇന്നർ HTML = പാരഗ്രാഫ് ചേഞ്ച്ഡ് എന്നാണ് ഈ ഒരു ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ആർ പ്രാക്ടിക്കൽ വെൻ ദ സെയിം കോഡ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഡിഫറെന്റ് വെബ് പേജ്. ഒരേ കോഡ് തന്നെ പല വെബ് പേജിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിന്റെ എക്സ്റ്റൻഷൻ, അതായത് ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js ആണ്. ഇത് ഓർത്തിരിക്കുക. .js എന്ന് പറഞ്ഞാൽ എന്താണ്? ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെയാണ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ സ്റ്റോർ ചെയ്യുന്ന എക്സ്റ്റൻഷൻ .js ആണ്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫയൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ദ നെയിം ഓഫ് ദ സ്ക്രിപ്റ്റ് ഫയൽ ഇൻ ദി src സോഴ്സ്, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് ഓഫ് എ സ്ക്രിപ്റ്റ്
സ്ക്രിപ്റ്റ് ടാഗ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ക്രിപ്റ്റ് ഫയലിന്റെ നെയിം എവിടെ കൊടുക്കണം, സ്ക്രിപ്റ്റ് ടാഗിന്റെ ആട്രിബ്യൂട്ടായ SRCയിൽ ആ സോഴ്സ് ഫയൽ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ ഫയലിന്റെ നെയിം എന്താണ്, ഇവിടെ myscript.js എന്നുള്ളതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഫയലിന്റെ പേര്. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് കൊടുക്കുന്നത്, സ്ക്രിപ്റ്റ് SRC myscript.js, അതിനുശേഷം എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ക്യാൻ ബി റെഫറൻസ്ഡ് ഇൻ 3 ഡിഫറെന്റ് വേസ്. 3 രീതിയിൽ നമുക്ക് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിനെ റെഫർ ചെയ്യാം. വിത്ത് എ ഫുൾ URL, നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഒരു പേജിന്റെ URL എന്താണെന്നറിയാലോ, അഡ്രസ്, വെബ്സൈറ്റിന്റെ അഡ്രസ്, അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. വിത്ത് എ ഫയൽ പാത്ത് ലൈക്ക് /js/, അതായത് ഒരു പാത്ത് കൊടുക്കാം, JS/ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു, അങ്ങനെ ഒരു പാത്ത് പോലെ കൊടുക്കാം. വിത്തൗട്ട് എനി പാത്ത്, ഒരു പാത്തും ഇല്ലാതെ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന കണക്ക് myscript.js, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ മസ്റ്റ് കണ്ടെയ്ൻ ദി സ്ക്രിപ്റ്റ് ടാഗ്. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആവശ്യമില്ല. നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എക്സ്റ്റേണൽ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നമ്മൾ എന്തെങ്കിലും സ്ക്രിപ്റ്റ് കോഡ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. അപ്പം എക്സ്റ്റേണൽ ഫയലിൽ എന്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ ഡു യു റൈറ്റ് ഹലോ വേൾഡ് ഇൻ ആൻ അലേർട്ട് ബോക്സ്. ഒരു അലേർട്ട് ബോക്സിൽ നമുക്ക് ഹലോ വേൾഡ് എന്നൊരു മെസ്സേജ് വരണമെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, അലേർട്ട് ഡബിൾ കോട്ട്സിൽ ഹലോ വേർഡ് കൊടുക്കുക, സെമിക്കോളം കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ അലേർട്ട് ബോക്സിൽ നമുക്ക് ഒരു മെസ്സേജ് വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. അടുത്തത്, ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ഡിസ്പ്ലേ ഡേറ്റ ഇൻ ഡിഫറെന്റ് വേസ്. ജാവാസ്ക്രിപ്റ്റ് പല രീതിയിൽ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. റൈറ്റിംഗ് ഇൻടു ആൻ HTML എലമെന്റ് യൂസിങ് ഇന്നർ HTML, അതായത് ഇന്നർ HTML യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, HTML എലമെന്റിനെ റൈറ്റ് ചെയ്യാം. അത് സ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ ഇന്നർ HTML = 5+6 സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ നമുക്ക് ഇന്നർ HTML യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യാം. റൈറ്റിംഗ് ഇൻടു HTML ഔട്ട്പുട്ട് യൂസിങ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഇനി നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. സ്ക്രിപ്റ്റിനകത്ത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് 5+6 ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം 5ഉം 6ഉം കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യും. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പല രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത, റൈറ്റിംഗ് ഇൻടു ആൻ അലേർട്ട് ബോക്സ്. അലേർട്ട് ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം. അലേർട്ട് ബോക്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് നമ്മൾ കൊടുക്കും. സ്ക്രിപ്റ്റ് വിൻഡോ ഡോട്ട് അലേർട്ട് 5+6 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ റൈറ്റിംഗ് ഇൻടു ദ ബ്രൗസർ കൺസോൾ യൂസിങ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്, ഇത് കണ്ടോ, സ്ക്രിപ്റ്റിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ്, അതിനുശേഷം അതിനകത്ത് പ്രിന്റ് ചെയ്യാനുള്ള കൊടുക്കുക. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യാം. ഇപ്പൊ ഏതൊക്കെ വിധം, കൺസോൾ ഡോട്ട് ലോഗ് യൂസ് ചെയ്യാം, വിൻഡോ ഡോട്ട് അലേർട്ട് യൂസ് ചെയ്യാം, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്യാം, ഇന്നർ HTML യൂസ് ചെയ്യാം. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് റൈറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു യു ക്രിയേറ്റ് എ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ്, ആദ്യമേ നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ നെയിം കൊടുക്കുക, പരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അപ്പൊ നോക്കിയേ, ഇവിടെ C ഓപ്ഷൻ ആണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ നെയിം എന്താണ്, മൈ ഫംഗ്ഷൻ എന്നാണ് എന്റെ ഫംഗ്ഷന്റെ പേര്. പരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ നമുക്ക് ഈ പരാന്തസിന്റെ ഇടയ്ക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം. എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഫംഗ്ഷൻ C++ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിലോ ആ പർട്ടിക്കുലർ കോഡ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഫംഗ്ഷൻ യൂസ് ചെയ്യും. എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് വെൻ സംതിങ് ഇൻവോക്സ് ഇറ്റ് അല്ലെങ്കിൽ കോൾസ് ഇറ്റ്. അതായത് അത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് നമ്മൾ അതിനെ കോൾ ചെയ്യുമ്പോഴായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, ഹൗ ഡു യു കോൾ എ ഫംഗ്ഷൻ നെയിംഡ് മൈ ഫംഗ്ഷൻ. മൈ ഫംഗ്ഷൻ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യാം, മൈ ഫംഗ്ഷൻ
കോൾ ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ, കോൾ മൈ ഫംഗ്ഷൻ ഏതാണ്? നമുക്ക് സിംപ്ലി മൈ ഫംഗ്ഷൻ എന്ന് കൊടുത്ത് ഈ പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കൊടുത്തിട്ടുള്ള പേരിൽ നമ്മൾ ഫംഗ്ഷൻ നെയിം വെച്ച് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിനെ കോൾ ചെയ്യുന്നതിന് ജസ്റ്റ് ഈ മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന പേര് മാത്രം കൊടുത്താൽ മതി അതിനെ കോൾ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു റൈറ്റ് ആൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യുന്നത്? ഇഫ് ഐ ഈസ് ഈക്വൽ ടു 5 ദെൻ അങ്ങനെയാണോ? ഇഫ് ഐ ഈക്വൽ 5 ആണോ? ഇഫ് ഐ ബ്രാക്കറ്റിൽ ഐ ഈസ് ഈക്വൽ ടു 5 ആണോ? ഇഫ് ഐ ഈക്വൽ ടു 5 ദെൻ ആണോ? നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇഫ് ബ്രാക്കറ്റിൽ ഐ ഈക്വൽ 5, ഈക്വൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ ആണ്, ഇവിടെ ഇക്വാളിറ്റി ആണ് ഓപ്പറേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു റൈറ്റ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഫോർ എക്സിക്യൂട്ടിംഗ് സം കോഡ് ഇഫ് ഐ ഈസ് നോട്ട് ഈക്വൽ ടു 5. അതായത് നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതണം, അതിൽ ഐ നോട്ട് ഈക്വൽ ടു 5 എന്നാണ് കണ്ടീഷൻ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഐ നോട്ട് ഈക്വൽ ടു 5 ഇങ്ങനെയാണോ എഴുതുന്നത്? ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൊടുത്തിട്ട്, അല്ലെ? ഐ ഈക്വൽ നോട്ട് 5 ദെൻ ഇങ്ങനെയാണോ കൊടുക്കുന്നത്? ഇഫ് ഐ നോട്ട് ഈക്വൽ ടു 5 ഇങ്ങനെയാണോ കൊടുക്കുന്നത്? ഇഫ് ഐ നോട്ട് ഈക്വൽ ഏതാണ്? ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഫ് കൊടുക്കും, ഐ നോട്ട് ഈക്വൽ ടു 5, ഇഫ് അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഐ നോട്ട് ഈക്വൽ ടു 5 ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് എ വൈൽ ലൂപ്പ് സ്റ്റാർട്ട്. എങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ആകുന്നത്? വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇങ്ങനെയാണോ? വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 സെമിക്കോളൻ ഐ പ്ലസ് പ്ലസ് ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഈ പാരാന്തസിസിനകത്ത് കൊടുക്കുമോ? വൈൽ ഐ ഈക്വൽ ടു 1 to 10 ഇങ്ങനെയാണോ കൊടുക്കുന്നത്? നമ്മൾ വൈൽ എഴുതുക, പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് കണ്ടീഷൻ കൊടുക്കുക, പാരാന്തസിസ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഏതാണ് ശരി? എ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത്, ഹൗ ഡസ് എ ഫോർ ലൂപ്പ് സ്റ്റാർട്ട്. എങ്ങനെയാണ് ഫോർ ലൂപ്പ്? ഫോർ ലൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യലൈസേഷൻ വരും, കണ്ടീഷൻ വരും, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് വരും. അപ്പൊ ഇത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഫോർ ഐ ഈക്വൽ ടു 0 സെമിക്കോളൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സെമിക്കോളൻ ഐ പ്ലസ് പ്ലസ്. അടുത്തത്, ഹൗ ക്യാൻ യു ആഡ് എ കമന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു കമന്റ് ആഡ് ചെയ്യുന്നത്? ഇപ്പം ഇങ്ങനെ ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്? HTML ലാണ് ഈ കമന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഏതാണ്? /u ദിസ് ഈസ് എ കമന്റ് എന്നുള്ളതാണ് ജാവാസ്ക്രിപ്റ്റിൽ കമന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? /*/ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഹൗ ടു ഇൻസേർട്ട് കമന്റ് ദാറ്റ് ഹാവ് മോർ ദാൻ 1 ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടി ലൈൻ കമന്റ് ആണെങ്കിൽ ഏത് യൂസ് ചെയ്യും? /*/ യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ കറക്റ്റ് വേ ടു റൈറ്റ് ജാവാസ്ക്രിപ്റ്റ് അറേ. ജാവാസ്ക്രിപ്റ്റിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് വേ ഏതാണ്? എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, അതുപോലെ തന്നെ അറേ നെയിം കൊടുക്കും, ഈക്വൽ കൊടുക്കും, അതിനുശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ അറേ ഏതൊക്കെ വാല്യൂസ് ആണെന്നുള്ളത് അത് കൊടുക്കും. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ വാല്യൂസ് റെഡ്, ഗ്രീന്, ബ്ലൂ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഹൗ ഡു യു റൗണ്ട് ദി നമ്പർ 7.25 ടു ദ നിയറസ്റ്റ് ഇൻഡിജർ. 7.25നെ നമ്മൾ നിയറസ്റ്റ് ഇൻഡിജർ ആയിട്ട് എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? math.round 7.25 ഇതാണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. math.round 7.25 വാല്യൂ നമ്മൾ പാരാന്തസിസിൽ കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഡു യു ഫൈൻഡ് ദ നമ്പർ വിത്ത് ദി ഹയസ്റ്റ് വാല്യൂ ഇഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈയുടെയും ഹയസ്റ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? math.max x, y. അതായത് എക്സിലും വൈയിലും മാക്സിമം വാല്യൂ ഏതാണ്? ഹയസ്റ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് math.max x, y. മാത്സ് നമുക്കറിയാലോ, മാത്സ് നമ്മൾ പല നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതിലാണ്? എക്സലിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മാത്സ് ഫംഗ്ഷൻ എന്താണ്? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഇവിടെ എന്ത് കൂടി വരും? മാത്ത് കൂടി വരും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് ഫോർ ഓപ്പണിംഗ് എ ന്യൂ വിൻഡോ കാൾഡ് W2. ഇപ്പൊ W2 എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് കൊടുക്കേണ്ടത്? W2 വിൻഡോ ഓപ്പൺ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക?
ഓപ്പൺ ചെയ്യേണ്ട ആ ഒരു URL നമ്മൾ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ജാവാസ്ക്രിപ്റ്റ് ഈസ് ദ സെയിം ആസ് ജാവ. ജാവാസ്ക്രിപ്റ്റും ജാവയും സെയിം ആണോ? അല്ല. ജാവാസ്ക്രിപ്റ്റ് വേറെയാണ്, ജാവ വേറെയാണ്. ഇത് രണ്ടും രണ്ട് ലാംഗ്വേജ് ആണ്. അപ്പൊ എന്താണ് ആൻസർ? ഫോൾസ് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിലീറ്റ് എ ക്ലൈന്റ് ബ്രൗസർ നെയിം? ഒരു ക്ലൈന്റ് ബ്രൗസർ നെയിം ഡിലീറ്റ് അല്ല, ഡിറ്റക്ട്. ഹൗ ക്യാൻ യു ഡിറ്റക്ട് എ ക്ലൈന്റ്സ് ബ്രൗസർ നെയിം? എങ്ങനെയാണ് ഒരു ക്ലൈന്റ്സ് ബ്രൗസർ നെയിം ഡിറ്റക്ട് ചെയ്യുന്നത്? navigator.app നെയിം വെച്ചിട്ടാണ് നമ്മൾ ക്ലൈന്റ്സ് ബ്രൗസർ നെയിം ഡിറ്റക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഈവന്റ് ഒക്കോർ വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ HTML എലമെന്റ്? ഒരു HTML എലമെന്റിൽ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഇവന്റ് ആണ് നടക്കുന്നത്? ഓൺ മൗസ് ഓവർ ആണോ, ഓൺ ക്ലിക്ക് ആണോ, ഓൺ മൗസ് ക്ലിക്ക് ആണോ, ഓൺ ചേഞ്ച് ആണോ? ഏത് ഇവന്റ് ആണ് നടക്കുന്നത്? ഓൺ ക്ലിക്ക് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലിങ്ക് ഉണ്ട്, ലിങ്കിന്റെ മുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് അതിന്റെ മുകളിൽ നമ്മൾ മൗസ് വെക്കുമ്പോൾ അവിടെ ഒരു വീഡിയോ ഡിസ്പ്ലേ ആവുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ആക്ഷൻ അവിടെ നടക്കും. അതാണ് ഓൺ മൗസ് ഓവർ. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ആക്ഷൻസ് നടക്കണം എന്നുള്ളത്. ഇപ്പൊ സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? അത് ആ ഡേറ്റാബേസിൽ പോയി സ്റ്റോർ ആകും. അങ്ങനെയുള്ളതാണ്. അപ്പൊ ഒരു ഇവന്റ് HTML നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവന്റ് നടക്കുന്നത് ഏതാണ്? ഓൺ ക്ലിക്ക് ആണ്. അടുത്തത്, ഹൗ ഡു യു ഡിക്ലെയർ എ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ? എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്? ആദ്യമേ var കൊടുക്കുക, അതിനുശേഷം എന്ത് കൊടുക്കുക? വേരിയബിൾ നെയിം കൊടുക്കുക. കാർ നെയിം കണ്ടോ? വേരിയബിൾ അങ്ങനെയൊന്നും അല്ല, var എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയബിളിന്റെ ആദ്യമേ കൊടുക്കുന്നത് var എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം വേരിയബിൾ നെയിം കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ? ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഒറ്റ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്ററും, രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഇക്വാളിറ്റി ഓപ്പറേറ്ററുമാണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വിൽ ദ ഫോളോയിങ് കോഡ് റിട്ടേൺ ബൂളിയൻ 10 greater than 9? അതായത് ഇവിടെ ഒരു ബൂളിയൻ ഓരോ ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ബൂളിയൻ 10 greater than 9. ഇതെന്താണ്? ഇത് നമ്മൾ ചെക്ക് ചെയ്യും. 10 greater than 9, 9നെക്കാട്ടിലും ഗ്രേറ്റർ ആണല്ലോ 10. അപ്പം ബൂളിയൻ ഓപ്പറേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത്? ഇവിടെ ട്രൂ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കേസ് സെൻസിറ്റീവ് ആണോ? ട്രൂ ഓർ ഫാൾസ്? ഏതാണ്? ട്രൂ ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എക്സാം ആയതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്